ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നമ്മുടെ രാധികാമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. അതിനുശേഷം ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്തിനാ അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? ഞാൻ രഞ്ജുവിനെയും കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ അമ്മ എന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കണ്ണാ, എനിക്ക് നിന്നിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഇപ്പോൾ തന്നെ കിഷോറും ഗീതവും തമ്മിലുള്ള ബന്ധത്തിനുള്ള ആ ഒരു അപമാനത്തിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെട്ടതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നീയായിട്ടാണോ ഇനി ഈ അറയ്ക്കൽ കുടുംബത്തിന് നാണക്കേട് വരുത്തി വയ്ക്കാനായിട്ടിരിക്കുന്നത്? എന്താ അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? കണ്ണാ, നീ രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ഉടനെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ പറയുകയാണ്, നീ ഇങ്ങനെ മിണ്ടാണ്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. ആരാ അവള്? നീ ഗീതുവിനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വിവാഹം കഴിക്കാനിരിക്കുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണാണോ അവൾ? അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ്. ഗോവിന്ദ് പറയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് അമ്മ. ആവശ്യമില്ലാതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാനും രഞ്ജുവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, അതല്ല, നീ അപ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് രാധികാമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വിനോദും നമ്മുടെ പ്രിയയും കൂടി അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കാണുകയാണ്. ഇത് കാണുന്ന സമയത്തിന് നമ്മുടെ രാധികാമ്മ എന്ത് ചെയ്യുന്നോ, നേരെ അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. ഗോവിന്ദ് കാണുന്നില്ല. അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ ചോദിക്കണം, കണ്ണാ, എനിക്കറിയേണ്ടത് നീ പ്രിയമോളെ കാണുന്നത് പോലെയാണോ നീ ശരിക്കും പറഞ്ഞ രഞ്ജുവിനെ കാണുന്നത്? നീ നിൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണോ കാണുന്നത്? അതാണ് എനിക്കറിയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിയമോളെ കാണാത്ത ഗോവിന്ദ് പെട്ടെന്ന് എന്നെ അങ്ങ് പറയാണ്, അതേ അമ്മേ, ഞാൻ രഞ്ജുവിനെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് കാണുന്നത്, എൻ്റെ പ്രിയമോളെ പോലെയാണ് കാണുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന പ്രിയമോള് ഹാലിളകുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയമോള് പെട്ടെന്ന് എന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടാ, അപ്പോൾ എന്നെപ്പോലെയാണോ രഞ്ജു? ഞാനും രഞ്ജുവും ഒന്നാണോ? അപ്പോൾ ഏട്ടൻ എന്നോട് ഇത്രയും നാൾ കാണിച്ച സ്നേഹം ഇല്ല ഏട്ടാ, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഏട്ടന് എന്നോടുള്ള സ്നേഹം മറ്റാർക്കും ഷെയർ ചെയ്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയമോൾ ഇങ്ങനെ ഗോവിന്ദിൻ്റെ മുന്നിലേക്ക് വരികയാണ്. ഗോവിന്ദ് പ്രിയമോളെ കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. അതുപോലെ തന്നെ പ്രിയമോളുടെ ഓരോ വാക്കിലും നമ്മുടെ ഗോവിന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരികയാണ്. പുള്ളിക്കാരൻ ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രിയമോൾ പറയുകയാണ്, എൻ്റെ ഏട്ടൻ എനിക്ക് മാത്രമുള്ളതാണ്, അല്ലാതെ അതിന് അവകാശം പറഞ്ഞ് ഒരുത്തികളും വരണ്ട, ഈ വീട്ടിലും വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രാധികാമ്മ പറയുകയാണ്, അല്ല കണ്ണാ, എന്തർത്ഥത്തിലാണ് നീ നിൻ്റെ അനിയത്തിയാണ് അവളെന്ന് പറഞ്ഞത്? എന്താ നിൻ്റെ അച്ഛൻ മാധവൻ നായർക്കുണ്ടായതാണോ ഈ പറയുന്ന രഞ്ജു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഞെട്ടിപ്പോവുകയാണ്. ഗോവിന്ദിന് പറയാനൊന്നും വാക്കുകളില്ല. അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ വീണ്ടും ചോദിക്കുകയാണ്, അല്ല, രഞ്ജു എന്ന് പറയുന്ന ഒരുത്തിയെ ഞാൻ പ്രസവിച്ചിട്ടില്ല. ഞാൻ പ്രസവിച്ചത് എൻ്റെ ഈ നിൽക്കുന്ന എൻ്റെ മോൾ പ്രിയമോളെ മാത്രമാണ്. എൻ്റെ അറിവിൽ അവൾ മാത്രമേ നിൻ്റെ അനിയത്തിയായിട്ടുള്ളൂ. അപ്പോൾ ഇവളാരാണ്? ഇവളെ പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആകെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് കണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രിയമോൾ പറയാണ്, ഏട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഏട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഏട്ടൻ എൻ്റെ മാത്രം സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമോൾ സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ രാധികാമ്മ ആയുധം പുറത്തെടുക്കുകയാണ്. രാധികാമ്മ പറയുകയാണ്, എന്തായാലും കണ്ണാ, എനിക്ക് രഞ്ജുവിനെ ഇനി മേലാൽ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ രഞ്ജു താമസിക്കാനും പാടില്ല. ഈ വീട്ടിലെന്നല്ല, നമ്മളുടേതായിട്ടുള്ള ഒരു വീടുകളിലും രഞ്ജുവിനെ താമസിപ്പിക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മളുടെ ഒരു സ്ഥാപനങ്ങളിലും അവൾ കയറാനും പാടില്ല. നീ അവളെ പാടെ മറന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാധികാമ്മ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് പെട്ടുപോയ അവസ്ഥയാണ്. പുള്ളിക്കാരൻ ആകെ ടെൻഷനാവുകയാണ്. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കണം, ഇനി രഞ്ജുവിനെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം എന്നറിയാത്ത ആ ഒരു ടെൻഷനിൽ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ചെമ്പകശ്ശേരിയിലാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ വിജയലക്ഷ്മിയും നമ്മുടെ രഞ്ജുവും കൂടി തമ്മിൽ ഇങ്ങനെ എന്താ പറയുന്ന ചക്കര അടയും കണക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അമ്മയും മകളും തമ്മിൽ ഭയങ്കര സ്നേഹമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ധ്യാനും ഗീതവും ഇത് മാറി നിന്ന് കാണുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ധ്യാന് ഗീതുവിനോട് പറയുകയാണ്, ഇപ്പോൾ രഞ്ജു അതായത് ഇപ്പോൾ ആൻറ്റി അല്ല, ഇപ്പോൾ ഗീതുവാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്ന് രഞ്ജു അറിയുകയാണെങ്കിൽ ഇപ്പോൾ ദേ ആ
ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രഞ്ജു ഉണ്ടല്ലോ, ഇപ്പോൾ ആൻറ്റി തള്ളി പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോവും, ഇപ്പോൾ അമ്മയും മോളും തമ്മിൽ തെറ്റാൻ പിന്നെ വേറെ എങ്ങും പോകണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീതു പറയാണ്, ഇല്ല ധ്യാൻ, ഒരിക്കലും ആ ഒരു കാര്യം, അതായത് ഞാൻ മുൻകൈ എടുത്താണ് ധ്യാനിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയത് എന്നുള്ള കാര്യം ഒരിക്കലും അവൾ അറിയാൻ പാടില്ല. അങ്ങനെ അവൾ അറിയുകയാണെങ്കിൽ ആ നിമിഷം ആ അമ്മയും മോളും തമ്മിലുള്ള സ്നേഹം അവിടെ അവസാനിക്കും. അതിന് ഇനി അവസരം ഉണ്ടാവരുതെന്ന് പറയുകയാണ്. അപ്പോൾ ധ്യാൻ നമ്മുടെ പിന്നെ ഗീതുവിനോട് പറയുകയാണ്, ഇല്ല, അതോർത്ത് ഇനി ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനതൊന്നും ഒരിക്കലും പറയില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഗീതു അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് പറയണ, കൊള്ളാലോ, അമ്മയും മോളും നല്ല സ്നേഹത്തിലാണല്ലോ ഇരിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സെൽഫി എടുക്കാം, ഇരിക്കവിടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ധ്യാനം കൂടി ചെന്നിട്ട് നമ്മുടെ രഞ്ജുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും ഇടയ്ക്കായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗീതു ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് അവർ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടൊക്കെ ഉള്ള സെൽഫികളൊക്കെ ഇങ്ങനെ മാറി മാറി എടുക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ഗോവിന്ദിൻ്റെ കോള് വരികയാണ് നമ്മുടെ ഗീതുവിന്. അപ്പോൾ ഗീതു ഉടനെ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, കണ്ണേട്ടൻ്റെ കോള് വരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുന്നത്, രഞ്ജുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ അറയ്ക്കിലേക്ക് കൊണ്ടു ചെല്ലണമെന്നാണ് പറയുന്നത്, ഇനി ഞാൻ എന്ത് പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ സമ്മതം മേടിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യാം, കണ്ണേട്ടനിൽ നിന്നും ഒരു വരം കൂടി ചോദിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് മാറിപ്പോവുകയാണ്. അതിനുശേഷം ഗോവിന്ദനോട് സംസാരിക്കുകയാണ്. കണ്ണേട്ടാ, എന്താ കണ്ണേട്ടൻ ഇപ്പോൾ വിളിച്ചത്? എൻ്റെ ഗീതു, ഞാനൊരു കാര്യം പറയാനായിട്ട് വിളിക്കുകയാണ്. നീ അല്ലാതെ മറ്റാരുമില്ല എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. എന്താ കണ്ണേട്ടാ, എന്താണെങ്കിലും പറഞ്ഞൂടെ? മറ്റൊന്നുമല്ല ഗീതു, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രഞ്ജുവിനെ ഇങ്ങോട്ട് അറയ്ക്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നടക്കില്ല. അതായത് പ്രിയമോളും അമ്മയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറയുകയാണ് രഞ്ജുവിനെ അറയ്ക്കിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്ന്. അവിടെ മാത്രമല്ല, നമ്മുടെ മറ്റ് വീടുകളിലോ എങ്ങും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ അത് കേട്ട ഉടനെ നമ്മുടെ ഗീതുവിനുണ്ടല്ലോ ഭയങ്കര സന്തോഷമാവുകയാണ് അത് കേട്ടിട്ട്. പക്ഷേ ഗീതു അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഗീതു ഉടനെ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, കണ്ണേട്ടനെ കുറച്ച് വട്ട് കളിപ്പിക്കാം. ഉടനെ ഗീതു പറയാണ്, കണ്ണേട്ടാ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മളിനിയിപ്പോൾ എവിടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ചോദിക്കുകയാണ് ഗോവിന്ദിനോട്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഗീതു പ്ലീസ്, ഈ പ്രശ്നത്തിൽ നിന്നും നീ തന്നെ എന്നെ രക്ഷിക്കണം, നീ കുബുത്തിയുടെ രാജകുമാരിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയാണ്, കുബുത്തിയുടെ മാസ്റ്റർ ഡിഗ്രി എടുത്ത ആൾ നിങ്ങളുടെ രണ്ടാനമ്മ തന്നെയാണല്ലോ, അവരോട് പോയി ചോദിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, പ്ലീസ്, ഇതിപ്പോൾ തമാശ പറയാനുള്ള സമയമല്ല, നീ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഗീതു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കണ്ണേട്ട എനിക്ക് ഒരു വരം കൂടി തരാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഒരു വരം മാത്രം കണ്ട, നിനക്ക് 2 3 എത്ര വരം വേണമെങ്കിലും തരാം, നീ ദയവ് ചെയ്ത് രഞ്ജുവിനെ സുരക്ഷിതമായിട്ടൊരിടത്ത് കൊണ്ടാക്കുക, അത് മാത്രം നീ എനിക്ക് ചെയ്തു തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ തന്നെ ഗീത് പറയണം, ഇനി രഞ്ജുവിൻ്റെ കാര്യം ഓർത്ത് കണ്ണേട്ടം വിഷമിക്കേണ്ട, അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നു. നേരെ നമ്മുടെ ഗീതു നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ അമ്മയും മോളും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അമ്മയും മോളും കൂടി കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, അമ്മയും ഞാനും കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, അമ്മ എനിക്ക് ചില കാര്യങ്ങളൊക്കെ വാക്ക് തന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ഗീത് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വിജയലക്ഷ്മി പറയുന്നത്, ഇതാ വരുന്നു മോളെ, നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം എന്നിങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഗീതുവിൻ്റെ കൂടെ നമ്മുടെ വിജയലക്ഷ്മി പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ രഞ്ജു പിന്നാലെ ചെന്നിട്ട് പറയണം, അമ്മേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് രഞ്ജു മാറ്റി നിർത്തി നമ്മുടെ വിജയലക്ഷ്മിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയോട് നമ്മുടെ രഞ്ജു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, അമ്മേ അപ്പോൾ വിജയലക്ഷ്മി രഞ്ജുവിനോട് എല്ലാ കാര്യവും പറയുകയാണ്, ഞാൻ എൻ്റെ സംഗീതത്തെ തൊട്ട് സത്യം ചെയ്തതാണ്, ഈ കാര്യങ്ങളൊക്കെ നീ എൻ്റെ മോൾ എൻ്റെ അടുത്ത് തിരികെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് വെളിപ്പെടുത്താമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് അവളോട് പറയണം, ഗോവിന്ദ് എൻ്റെ മകനാണെന്നുള്ള സത്യം അവളെ അറിയിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു അതിനെ തടസ്സം ചെയ്യുകയാണ്. രഞ്ജു പറയാണ്, അമ്മ ഒരു കാരണവശാലും അതിപ്പോൾ അറിയിക്കരുത്, അറിയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അമ്മയുടെ
നമ്മുടെ ഏട്ടനെ നമുക്ക് നഷ്ടപ്പെടും. ഗോവിന്ദേട്ടൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മയും അതായത് അമ്മയും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം ഗീതു അറിഞ്ഞു കഴിയുകയാണെങ്കിൽ ഗോവിന്ദേട്ടൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പണ്ട് അമ്മ അനുഭവിച്ച യാതനകളും ആ കാര്യങ്ങളൊക്കെ അതായത് രാധികമ്മയുടെ അടുത്ത് ഗോവിന്ദ് എത്താനുണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഗോവിന്ദ് അറിയുകയാണെങ്കിൽ ഏട്ടന് പിന്നെ അത് സഹിക്കാൻ പറ്റില്ല. ഏട്ടൻ ആത്മഹത്യ ചെയ്യുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രഞ്ജു. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി ആകെ ഭയപ്പെടുകയാണ്. അതിനുശേഷം പറയുകയാണ്, അമ്മയ്ക്കറിയില്ലേ, എൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മ ഇറങ്ങി വന്നത് കാരണമാണ് ഇത്രയും നാളും അമ്മയെ അകറ്റി ഏട്ടൻ അമ്മയെ അടുപ്പിക്കാതിരുന്നത്. ഇനിയും അമ്മയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഏട്ടൻ തയ്യാറാവില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഗീതുവിനെ അറിയിക്കരുത് എന്നൊക്കെ ഇങ്ങനെ രഞ്ജു പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഗീതു വന്നിട്ട് ഗീതു ചോദിക്കുകയാണ്, ആഹാ, അമ്മയും മോളും തമ്മിൽ നല്ല ലോഹ്യത്തിലാണല്ലോ. ഇനിയേ അമ്മയും മോക്കും ഇനി പിന്നീട് സംസാരിക്കാം. ഞാൻ ആദ്യം കുറച്ച് നേരം ഇനി എൻ്റെ അമ്മയായിട്ട് സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് എന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിൻ്റെ കൈ തട്ടിക്കളയുകയാണ്. എന്നിട്ട് പറയാണ്, മതി ഗീതു, എനിക്ക് നിന്നോട് ഇനിയൊന്നും സംസാരിക്കാനില്ല. ഇനി ഞാനും നീയും തമ്മിൽ കാണുകയും വേണ്ട. എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞു. ഇനി നീയും ഞാനുമായിട്ട് വേറെ ഒന്നും കാര്യം അറിയണ്ട. അപ്പോഴുടനെ ഗീതു പറയണേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും അമ്മയും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ എന്താ അമ്മയുടെ ശബ്ദം ഇങ്ങനെയൊക്കെ? ഇങ്ങനെയൊക്കെ പറ്റൂ. ഇപ്പോൾ എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനും നീയായിട്ടൊന്നുമില്ല. ദേ ഇവിടെ കിടന്ന് ഇങ്ങനെ നട്ടം തിരിയാതെ വേഗം നീ നിൻ്റെ വീട്ടിൽ പോകാൻ നോക്കൂ കൊച്ചേ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഗീതുവിന് അങ്ങനെ നല്ല വിഷമാവുകയാണ്. അപ്പോൾ ഗീതു പറയണം, അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, എൻ്റെ മോളെ കിട്ടേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ. ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും വേണ്ട. വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ ഇറങ്ങിക്കയറി നടക്കരുത്. നീ നിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതുവിന് നല്ല സങ്കടമാവുകയാണ് അപ്പോഴത്തേക്കിനും. അപ്പോൾ അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, കണ്ണേട്ടൻ ഇവരെ പറ്റി പറയുന്നത് വെറുതെയൊന്നുമല്ല. കണ്ണേട്ടൻ പറയുന്നതാ ശരി, കണ്ണേട്ടൻ്റെ വാക്കുകളാ ശരി. ശരിക്കും പറഞ്ഞാൽ ഇവരെ അടുപ്പിക്കാൻ കൊള്ളില്ല, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിക്കുന്നവരെ ചതിക്കുന്നവരാ ഇവർ. രഞ്ജു, എന്നോട് ഇവിടെ വരണ്ടെന്ന് ഇവർ പറഞ്ഞെങ്കിലും ഞാൻ ഈ വീട്ടിൽ വരും. നീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം നിന്നെ കാണാനായിട്ട് ഞാനിവിടെ വരും. പക്ഷേ എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു സങ്കടപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് കാൽനടയായി നമ്മുടെ ഗീതു പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മുടെ ഗീതു നടന്നൊരു പോക്കുണ്ടല്ലോ, അതുപോലെ റോഡേ നമ്മുടെ ഗീതു പോവുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നമ്മുടെ ഗീതു സങ്കടപ്പെട്ടിങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിലുണ്ടല്ലോ, വിജയലക്ഷ്മി അതേ സമയത്ത് നേരെ പൂജാമുറിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് പൂജാമുറിയിൽ ചെന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി പൊട്ടി കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രഞ്ജു അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അമ്മ വിഷമിക്കാതിരിക്കുക, അമ്മ സങ്കടപ്പെടേണ്ട, ഒന്നും അമ്മയുടെ തെറ്റുകൊണ്ടല്ലല്ലോ സംഭവിച്ചത്. ഇനി ഗീതുവും അമ്മയും തമ്മിലുള്ള വിഷയത്തിലും ഇനി ഗീതുവിൻ്റെ ഒരു കാര്യത്തിലും അമ്മ ഓർത്ത് സങ്കടപ്പെടേണ്ട. ഗീതുവിനെ പഴയതുപോലെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടേണ്ട എന്ന് പറയുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. ഭയങ്കര മഴ, എൻ്റെ പുറത്തൊക്കെ മഴവെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നനഞ്ഞ് വയ്യ.